ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2019 നമ്മളുടെ 9ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് അൽജിബ്ര, ജാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ SLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ if C minus 1k is a point on the line passing through the point A24B48, which number is k? A24 B48 എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന രേഖയിൽ C-1k ബിന്ദുവാണെങ്കിൽ കെയുടെ വില എന്ത്? What is the relation between the x coordinate and the y coordinate of any points on this line? ഈ വരയിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലെ x അക്ഷവും y അക്ഷവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ABC എന്ന് പറയുന്ന ഈ 3 പോയിന്റുകളും ഒരേ ലൈനിലാണെന്നുണ്ടെങ്കിൽ കെയുടെ വില എന്താണെന്നാണ് ചോദ്യം. അപ്പം മക്കളെ, ഇതെല്ലാം ഒരേ വരയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ 2 പോയിന്റുകളുടെ സ്ലോപ്പുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് AB, ഇതിനൊരു സ്ലോപ്പ് ഉണ്ട്. ഈ ബിയുടെ അവിടെ നിന്ന് തന്നെ ഞാൻ സിയിലേക്കും വരച്ചു. ഈ 2 സ്ലോപ്പും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതൊരൊറ്റ ലൈനായിരിക്കൂലേ. നേരെ മറിച്ച് എന്ന് ബിയിലോട്ട് പോയി സ്ലോപ്പിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും സ്ലോപ്പുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ്. അപ്പോൾ ചെരിവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ സിക്ക് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി കാണുന്നത് y2 മൈനസ് y1 എങ്ങനെ വരിക? 8 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. ഓക്കെ, പിന്നെ മറ്റത് എ സി ആണ് എടുത്തിട്ടുള്ളത്, എയും സി ആണ് കേട്ടോ. അപ്പോൾ k മൈനസ് 4 മൈനസ് 1 മൈനസ് 2. 8 4 പോയാൽ 4, 4 2 പോയാൽ 2. കെയിൽ നിന്നും 4 പോവില്ല, അത് k മൈനസ് 1 തന്നെ. -1 -2 അത് -3 ആയി. ഇനി ക്രോസ് ചെയ്യാം. ഓക്കെ, ഈ -3നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 4 × -3/2 എന്നാവും. ദെൻ 4 × -3 എന്ന് പറഞ്ഞാൽ -12/2. -12/2 = -6. ഇനി ഈ -4നെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക. -4 ഇപ്പുറം വരുമ്പോൾ എന്താവും? +4 ആവും. ദെൻ -6 + 4 -2. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ കിട്ടി -2 ആണ്. ഇനി നോക്കിയാൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ x കോർഡിനേറ്റ് ആൻഡ് y കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഇൻ ദിസ് ലൈൻ? ഈ വരയിലെ ഏതൊരു ബിന്ദുവിൻ്റെയും XY സൂചക സംഖ്യകളുടെ റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. കെ എന്ന് പറയുന്നത് -2 ആണ് കേട്ടോ. x 2 ആണെന്നുണ്ടെങ്കിൽ y 4, x 4 ആണെന്നുണ്ടെങ്കിൽ y 8, x -1 ആണെന്നുണ്ടെങ്കിൽ -2. എന്തായിരിക്കും ഇവിടുത്തെ റിലേഷൻ? നോക്കിയേ, എക്സിൻ്റെ ഇരട്ടിയല്ലേ y എന്ന് പറയുന്നത്. 2ൻ്റെ ഇരട്ടിയാണ് 4, 4ൻ്റെ ഇരട്ടിയാണ് 8, -1ൻ്റെ ഇരട്ടിയാണ് -2. അപ്പോൾ y = എന്തായിരിക്കും? 2x ആയിരിക്കും. ഓക്കെ, ഇതാണ് റിലേഷൻ. രണ്ടാമത്തെ ചോദ്യം, ഇക്വേഷൻ ഓഫ് ദ ലൈൻ AB is 3x - 2y = 6. P is a point on the line that intersects the y-axis at A and the x-axis at B. AB എന്ന വരയുടെ സമവാക്യം 3x - 2y = 6. P എന്നത് വരയിലെ ഒരു ബിന്ദുവാണ്. y അക്ഷം എയിലും x അക്ഷം ബിയിലും കൂട്ടിമുട്ടുന്നു. വാട്ട് ഈസ് ദ x കോർഡിനേറ്റ് ഓഫ് എയുടെ x സൂചക സംഖ്യ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് OA നീളം എത്രയാണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് OB യുടെ നീളം എത്രയാണ്? ദ x കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ്, ദ x കോർഡിനേറ്റ് and y coordinate of P are same. Find the coordinate of P. Pയുടെ x സൂചക സംഖ്യയും y സൂചക സംഖ്യയും ഒന്ന് തന്നെയാണ്. Pയുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം, വാട്ട് ഈസ് ദ x കോർഡിനേറ്റ് ഓഫ് എ എന്ന് പറയുന്ന ബിന്ദു ഇതല്ലേ? ഇത് y ആക്സിസിലല്ലേ കിടക്കുന്നത്? y ആക്സിസിലാണ് കിടക്കുന്നതെങ്കിൽ അവിടുത്തെ x സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി x ആക്സിസിലാണ് കിടക്കുന്നതെങ്കിൽ അവിടുത്തെ y എന്തായിരിക്കും? 0 ആയിരിക്കും.
ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഒ എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒ എ എന്ന് പറഞ്ഞാൽ ദാ ഒയിൽ നിന്നും എയിലോട്ടുള്ള അകലം, ഇത് വൈ ആക്സിസിലെ പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് കിട്ടിയാൽ, എയുടെ വൈ കോർഡിനേറ്റ് കിട്ടിയാൽ നമുക്ക് ഒ എ കിട്ടില്ലേ? കിട്ടും. എയുടെ വൈ കോർഡിനേറ്റ് എങ്ങനെ കാണാം? എക്സിന്റെ സൂചക സംഖ്യ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എക്സ് 0 ആണ്. അപ്പൊ 3 × 0 -2y = 6 എന്ന് വരും. 3 × 0 0 ആണ്. അപ്പോൾ -2y = 6. ഇനി ഈ -2y അപ്പുറം കൊണ്ടുവരിക. അപ്പോൾ അത് ഹരിക്കാനാവും. y = 6/-2 -3. നമ്മളോട് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. നീളം എപ്പോഴും ഇത് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ്. 0 - 3യിലാണ് എ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? 3 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഒ എ എന്ന് പറയുന്നത് 3 യൂണിറ്റ്. അടുത്ത് ഒ ബി കാണണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ വൈ കോർഡിനേറ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 3x - 2 × 0 = 6. 2 × 0 0 ആണ്. അപ്പോൾ 3x = 6 വരും. x = 6/3, x = 2. ഇവിടുത്തെ എക്സ് സൂചക സംഖ്യ 2 ആണ്, അഥവാ 2 0. അപ്പോൾ ഒ ബിയുടെ നീളം എത്രയാ? 2. ഇനി എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ്. ഓക്കെ, അതിന് ഞാൻ എ എന്നെടുത്തു. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എ എന്നായി. ഇനി ഈ എ ഞാൻ ആ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. 3x - 2y കൊടുക്കുമ്പോൾ എന്ത് വരും? 3a - 2y = 6. 3a നിന്ന് 2a പോയാൽ എത്രയാ? 1a. അപ്പോൾ a = 6. അപ്പോൾ എയുടെ വാല്യൂ എത്രയാ? 6. അപ്പോൾ പി എന്താണ്? 6. ഓക്കെ, then C is the center of the circle passing through the origin. Circle cut the y-axis at 0, 4 and x-axis at B, 4, 0. ആധാരബിന്ദുവിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രമാണ് സി. വൃത്തം y അക്ഷത്തെ a 0, 4ലും x അക്ഷത്തെ b 4, 0, 0ലും മുറിക്കുന്നു. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് സി. സിയുടെ സൂചക സംഖ്യകൾ എഴുതുക. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. 0, 0 is a point on the circle. There one more point on the circle with x and y coordinate are equal. Which is that point? 0, 0 എന്നത് സർക്കിളിലെ ഒരു ബിന്ദുവാണ്. സർക്കിളിൽ x, y കോർഡിനേറ്റുകൾ തുല്യമായ ഒരു ബിന്ദു കൂടിയുണ്ട്. ഏതാണ് ആ ബിന്ദു? ആദ്യം ഫസ്റ്റത്തെ ചോദ്യം, കോർഡിനേറ്റ് ഓഫ് സി. എയുടെ സൂചക സംഖ്യ 0, 4 ആണ്. ബി 4, 0 ആണ്. ഇത് 0, 4ഉം ഇത് 4, 0ഉം. ഇത് വൃത്തത്തിന്റെ ഡയമീറ്റർ അല്ലേ? നോക്കിയാ, സർക്കിള് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എ ബി എന്താണ്? അതിൻ്റെ ഡയമീറ്റർ ആണ് അല്ലെ? 90 ഡിഗ്രി എന്ന് പറയുന്നത് അർദ്ധവൃത്തത്തിലെ കോണിനെയാണ് നമ്മൾ 90 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ഈ വൃത്തത്തിന്റെ വ്യാസമാണ്, അഥവാ ഡയമീറ്റർ ആണ്. വ്യാസത്തിന്റെ സെന്റർ ആണ് കേന്ദ്രം എന്ന് പറയുന്നത് സി. അപ്പോൾ മിഡ് പോയിന്റ് കണ്ടാൽ മതി. എക്സുകൾ കൂട്ടുക, അതിന്റെ പകുതി. ഇവിടുത്തെ എക്സ് എത്രയാ? 0 + 4, 4, അതിന്റെ പകുതി 2. 4 + 0, അതിന്റെ പകുതി അതും 2. അപ്പൊ സി എത്രയാ? 2, 2 എന്ന് വരും. കണ്ടോ? അടുത്തത് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്നാണ്. സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വേണം? റേഡിയസ് വേണം. അപ്പൊ റേഡിയസ് കാണണമെന്നുണ്ടെങ്കിൽ പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ സി ബിയുടെ നീളം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ എ സിയുടെ നീളം കണ്ടാൽ മതി. ഞാൻ പെട്ടെന്ന് കാണാനും വേണ്ടിയിട്ട് ഓസിനെ റേഡിയസ് ആക്കി എടുത്തു. ഓസി റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? √x² + y² എന്നാണ്. അപ്പോൾ √2² + 2². ഇനി ഇവിടെ നിങ്ങൾ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്താലും നിങ്ങൾക്ക് 2² 2² ആയിട്ട് എന്നൊക്കെ കിട്ടുക. നോക്കിയാൽ x1 - x2, 2 0 പോയാൽ 2, 2ന്റെ സ്ക്വയർ. 2 4 പോയാൽ -2, -2ന്റെ സ്ക്വയർ, അതും 4 ആണ്. ഓക്കെ, അപ്പൊ 4 + 4, 2 4 ആണ് അല്ലേ? 2 × 4 അല്ലെങ്കിൽ 4 × 2 ആണ്, അല്ലെങ്കിൽ 8 വരും. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് 2√2 എന്നാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ √8 ആക്കിയിട്ട് തന്നെ എടുക്കാം. കാരണം നമ്മളോട് റേഡിയസ് എത്രയെന്ന് ചോദിച്ചിട്ടില്ല, ഇക്വേഷന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, x - a² + y - b² = r². ഇതാണ് നമ്മുടെ ഇക്വേഷന്. എയും ബിയും സെന്റർ കോർഡിനേറ്റ് സൂചക സംഖ്യകളാണ്, സെന്ററിന്റെ കോർഡിനേറ്റ് ആണ്. അപ്പോൾ x - 2 .
അപ്പോൾ എ ബി എന്ന് പറയുന്നത് നമ്മളുടെ സർക്കിളിൻ്റെ സെൻറ്ററാണ്. സർക്കിളിൻ്റെ സെൻറ്റർ എത്രയാണ്? 2 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റേഡിയസ് √8. അപ്പോൾ √8 സ്ക്വയർ. ഇനി ഇതിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ഇടും. അഥവാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആദ്യം ഫസ്റ്റത്തേൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, എന്നിട്ട് ഇത് 3 ഗുണിക്കുക. 2ab എന്ന് പറഞ്ഞാൽ ഇത് 3 ഗുണിക്കുന്നതാണ്. മൈനസ് ആണെങ്കിൽ മൈനസ് ഇടണം. അപ്പോൾ 2 × 2 4 ആണ്. 4 × x 4x. പിന്നെ രണ്ടാമത്തേൻ്റെ സ്ക്വയർ പ്ലസ് ഫസ്റ്റത്തേൻ്റെ സ്ക്വയർ അഥവാ വൈ സ്ക്വയർ. ഇനി ഇത് 3 ഗുണിക്കുക. 2 × 2 4, 4 × y 4y മൈനസ് 4y ആവും പ്ലസ് 2 സ്ക്വയർ. ആദ്യം എക്സ് സ്ക്വയർ എഴുതി, പിന്നെ വൈ സ്ക്വയർ എഴുതി, പിന്നെ മൈനസ് 4x എഴുതി, പിന്നെ മൈനസ് 4y എഴുതി. 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ സ്ക്വയർ 4. ഈ 8ന് ഞാൻ ഇപ്പുറം കൊടുന്നു. അപ്പോൾ അത് -8 ആയി. 4 4 കൂട്ടിയാൽ എത്രയാ? 8. 8 8 പോയാൽ 0. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 4y എന്ന് വരും. ഓക്കെ. ഇനി ഇതിലടുത്ത ചോദ്യം നോക്കിയേ. 0 0 എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ. ദർ വൺ മോർ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈക്വൽ. എക്സും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിട്ട് വേറൊരു പോയിന്റ് കൂടി സർക്കിളിലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഈ 0 0 നേരെ ഒരു ഡയമീറ്റർ ഇങ്ങനെ വരച്ചു. ഡയമീറ്റർ സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഇവിടെ 0 0 ആണ് സർക്കിളിന്റെ സെന്റർ. ഡയമീറ്റർ എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ കൂടെ പോകുന്നതാണ്. ഇത് 2 2. ഓക്കെ. ഈ ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ആ സ്ട്രൈറ്റ് ലൈനിന്റെ സെന്റർ ആണ് 2 2. സെന്റർ 2 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ ഒരു ഇത് കണ്ടുകൂടെ? നോക്കിയാ ഇവിടെ 0 0. ഈ 2 എന്ന് പറയുന്നത് എക്സുകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതിയാണ് 2. എന്തിന്റെ പകുതിയാണ് 2? 4ന്റെ പകുതിയാണ് 2. അപ്പോൾ 0ലേക്ക് എത്ര കൂട്ടിയാലാ 4 കിട്ടുക? 4. അതേപോലെ തന്നെ വൈയും 4 വരും കേട്ടോ. 2ന്റെ ഇരട്ടി 4 ആണ്. എന്തിന്റെ പകുതിയാണ് 2? 4ന്റെ പകുതിയാണ് 2. 0ലേക്ക് എന്ത് കൂട്ടിയാലാ 4 കിട്ടുക? 4. അപ്പോൾ നോക്കിയാൽ 4 + 0 4, അതിന്റെ പകുതി 2. 4 + 0 4, അതിന്റെ പകുതി 2. അപ്പോൾ സർക്കിളിലുള്ള പോയിന്റ് ഏതാ? 4 4. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ 2019 നമ്മളുടെ കോർഡിനേറ്റ് ജോമെട്രി അഥവാ ജോമെട്രി ആൻഡ് അൽജിബ്ര. കോർഡിനേറ്റ് ജോമെട്രി അല്ല, ജോമെട്രി ആൻഡ് അൽജിബ്ര, ജാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.